നമസ്കാരം. മിസൈലുകളെ പ്രതിരോധിക്കാനായി ഇസ്രായേൽ തീർത്ത അയൺ ഡോം സംവിധാനത്തിൻ്റെ മാതൃകയിൽ അമേരിക്കയിലും മിസൈൽ പ്രതിരോധ സംവിധാനം വരികയാണ്. ഇത് സംബന്ധിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇത്രയും വേഗം അമേരിക്കയിലെ പൗരന്മാരെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി അയൺ ഡോം മാതൃകയിൽ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കണമെന്ന് എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ പ്രതിരോധ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മിയാമിയിൽ ചേർന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സെനറ്റർമാരുടെ യോഗത്തിലും ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് പ്രഥമ പ്രാധാന്യമുള്ള കാര്യമെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇസ്രായേലിൻ്റെ അയൺ ഡോം മാതൃകയിൽ മിസൈൽ പ്രതിരോധ സംവിധാനം തയ്യാറാക്കും എന്നുമാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് ഏറ്റവും മികവുറ്റതായിരിക്കണം എന്നുള്ള കാര്യത്തിലും ട്രംപിന് നിർബന്ധമുണ്ട്. ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വേണം ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഒരുക്കാനെന്നും അദ്ദേഹം അമേരിക്കയിലെ പ്രതിരോധ വകുപ്പിനോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഈ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഇസ്രായേലിൻ്റെ അയൺ ഡോമിൻ്റെ അതേ മാതൃകയിൽ അമേരിക്കയിലെ ജനങ്ങളെ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിനായി താൻ പ്രസിഡൻ്റായാൽ പ്രതിരോധ സംവിധാനം കൊണ്ടുവരും എന്നാണ് വാഗ്ദാനം നൽകിയിരുന്നത്. ഏതായാലും പ്രസിഡൻ്റായ സ്ഥിതിക്ക് അദ്ദേഹം ആദ്യമിട്ട 200 ഉത്തരവുകളിൽ ഈ ഒരു പ്രധാന നിർദ്ദേശവും ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്നാൽ അയൺ ഡോമുകളെ സംബന്ധിച്ച് ട്രംപ് ഇനിയും മനസ്സിലാക്കാത്ത ഒരു പരിമിതി, അയൺ ഡോമിനെ ദീർഘദൂര ഹ്രസ്വദൂര മിസൈലുകൾ മാത്രമേ തടയാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഭൂഖണ്ഡാന്തര മിസൈലുകളോ മറ്റോ വരികയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് പോലും തടയാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ ട്രംപ് അത് അറിയാതെ ആയിരിക്കാം ഈ ഒരു നിർദ്ദേശം നൽകിയത് എന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ എതിരാളികൾ പറയുന്നത്. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കൈവശം ആണവായുധം നിറച്ച മിസൈലുകളുണ്ട് എന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു മിസൈൽ ആക്രമണം ഉണ്ടായാൽ അതിനെ തടയാൻ അയൺ ഡോം സംവിധാനത്തിന് കഴിയുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഹമാസ് തീവ്രവാദികളും ഹിസ്ബുള്ളയും ഹൂത്തി മുതലും എല്ലാം അയക്കുന്ന റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ തടയാൻ പ്രാപ്തമാണ് ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനം. കാലപ്പഴക്കം കൊണ്ട് അയൺ ഡോം സംവിധാനത്തിന് ചില പ്രശ്നങ്ങൾ ഈയിടെ ഉണ്ടായിട്ടുണ്ട്. ഹൂത്തികൾ അയച്ച മിസൈൽ ഈയിടെ ഇസ്രായേൽ ടെലവീവിൽ പതിക്കുകയും ചെയ്തു. അത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ കടത്തി വെട്ടിക്കൊണ്ടാണ് കടന്നു വന്നത് എന്നുള്ളത് ഇസ്രായേലിനെ ഞെട്ടിച്ചിരുന്നു. ഈ സന്ദർഭം കണക്കിലെടുത്താണ് അമേരിക്ക അവരുടെ കൈവശമുള്ള താഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ നൽകിയത്. ഒപ്പം 100ഓളം സൈനികരെയും അമേരിക്ക ഇസ്രായേലിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഹിസ്ബുള്ളയും ഹൂതി മുതലും ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നുണ്ടായിരുന്നു. ഇവ തടയുന്ന കാര്യത്തിൽ അയൺ ഡോമുകൾ സുദീർഘമായ സേവനം തന്നെയാണ് കാഴ്ചവെച്ചതും. ഇക്കാര്യം കഴിഞ്ഞ ദിവസം നടന്ന മറ്റൊരു യോഗത്തിലും ഡൊണാൾഡ് ട്രംപ് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നതായും അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമുകൾ ലോകോത്തര നിലവാരം പുലർത്തുന്നതാണ് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയത്. ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് ഇനത്തിൽപ്പെട്ട മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ളതായിരിക്കണം ഇനി ഉണ്ടാക്കാൻ പോകുന്ന അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനം എന്നാണ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ട്രംപിൻ്റെ നിർദ്ദേശമായതുകൊണ്ട് തന്നെ അത് എത്രയും വേഗം പ്രാവർത്തികമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്കൻ പ്രതിരോധ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ.